ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. എയ്റ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ കോയിൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പെന്റക്കിളാണ്. പെന്റക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? എർത്ത് സൈൻ ആണ്. ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി നമുക്ക് സ്റ്റെബിലിറ്റി തരുന്നതാണ്. അതാണ് എർത്ത് സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റെബിലിറ്റി തരുന്നതാണ് ഈ ഒരു സാമ്പത്തികം എന്ന് പറയുന്നത്. സമ്പത്തിനെ സൂചിപ്പിക്കുന്നതാണ് പെന്റക്കിൾ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റെബിലിറ്റി തരുന്നതാണ്. സമ്പത്തില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും നിലനിൽപ്പുണ്ടോ? എങ്ങുമില്ല. സാമ്പത്തികം ഉണ്ടെങ്കിലാണ് കൂടുതലായിട്ട് ആൾക്കാർ നമ്മളെ അറിയുന്നത്, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങൾ സാധിച്ചു എടുക്കാൻ പറ്റുന്നത്, അതുപോലെ മറ്റുള്ളവർ നമ്മളെ ആദരിക്കുന്നത്, സ്നേഹിക്കുന്നതൊക്കെ സമ്പത്തിൻ്റെതായ ഒരു ബലത്തിലാണ്, അല്ലേ? സാമ്പത്തികമില്ല എങ്കിൽ വളരെ ബുദ്ധിമുട്ടിയാണ് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ പെന്റക്കിളിൻ്റെതായ ഒരു എനർജിയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ആരൊക്കെയോ പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നുണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ പുതിയതായിട്ട് ജോലി കിട്ടിയിട്ട് അതിൽ രാപകൽ അധ്വാനിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അധ്വാനത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ അധ്വാനിക്കാൻ നിങ്ങൾ ഇപ്പോൾ മനസ്സ് കാണിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടട്ടെ, കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്രമാത്രം പരിശ്രമിക്കാമോ അത്രയും പരിശ്രമിച്ചിട്ട് അതിലൂടെ മണി ഏൺ ചെയ്യാനായിട്ട് നിങ്ങൾ ഇപ്പോൾ പരിശ്രമിക്കുന്നുണ്ടാവാം. ഇനി അതുമല്ല, നേരത്തെ തന്നെ നിങ്ങൾക്കുള്ള ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങൾ കുറേ വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാവാം മറ്റേതെങ്കിലും ഒരു ജോലി സാധ്യത കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നു. എങ്ങനെയായാലും വേണ്ടിയില്ല, എനിക്ക് ഈ ജോലി കിട്ടിയേ പറ്റൂ, എനിക്ക് ഈ ജോലിയിലേക്ക് പോകണം, പോകാതെ പറ്റില്ല, കൂടുതലായിട്ട് മണി ഏൺ ചെയ്തില്ലെങ്കിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെയുള്ള വിചാരത്തോടു കൂടി നിങ്ങൾ ഇവിടെ ഉത്സാഹപൂർവ്വം മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറെടുക്കുന്നു. നിങ്ങളുടെ മനസ്സിനെ അത്രമാത്രം സന്തോഷത്തിലേക്ക് വരികയാണ്. നിങ്ങൾ മാനസികമായി സന്തോഷത്തിലേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതായത് കിട്ടിയ ജോലിയിലേക്ക് പോകാൻ, അതുമല്ല എങ്കിൽ ഏതെങ്കിലും ജോലി നേടിയെടുക്കാനുമുള്ള ഒരു ശ്രമത്തിലാണ്, മണി ഏൺ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ്. എന്തോ നിങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവണം, മുന്നോട്ട് വരാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. ഇതുവരെ അത്രമാത്രം തീരുമാനം എടുത്തിരുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയും ചില പ്രശ്നങ്ങളെ കൊണ്ട് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവാം, മാനസികമായിട്ട് വിഷമിച്ച് കഴിഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂ എന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരും എന്തൊക്കെയോ തീരുമാനമെടുത്ത് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ വേണ്ടി ആവണം, ഇനി അതുമല്ല എങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി ആവണം. ചില വ്യക്തികളെ ആവാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെ ആവാം, ചില കുടുംബസഹിതം ഉള്ള ചില പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാവാം, റിലേഷൻഷിപ്പിലെ, അതുമല്ല നിങ്ങൾ ഉൾപ്പെടുന്ന സൊസൈറ്റിയിലെ ആകാം. ഏതൊരു പ്രശ്നത്തിലായാലും എവിടെയായാലും നിങ്ങൾ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നു. ഇനി അതുമല്ല എങ്കിൽ തീരുമാനമെടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ തീരുമാനമെടുത്തുവെങ്കിൽ മാത്രമേ നിങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു, നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ ഇതുവരെയും ജീവിതം ഒരു വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. പക്ഷെ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നല്ല ഒരു തീരുമാനം എടുക്കണം എന്ന് നിങ്ങൾ അതിലേക്ക് തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയോ നിങ്ങൾ ഇവിടെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഇവിടെ 3 ഓഫ് കോയിൻസ് ആണ്, 3 ഓഫ് പെൻഡക്കിൾസ്. പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ അറിയാലോ എർത്ത് സൈൻ, പെൻഡക്കിൾ എർത്ത് സൈൻ ആണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെയും ഇതാണ് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ 2-3 പേർ കൂടി ചേർന്നിട്ട് അധ്വാനിക്കാൻ ഇവിടെ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കണ്ടില്ല, ഇവിടെ അതുപോലെ തന്നെയാണ്, കൂടുതലായിട്ട് രാപകൽ അധ്വാനിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു. അങ്ങനെ കൂടുതലായിട്ട് പരിശ്രമത്തിന്റെ ഫലമായിട്ട് കൂടുതൽ മണി ഏൺ ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയോ ചില കാര്യങ്ങളിലേക്ക് നിങ്ങളിപ്പോൾ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചെറിയ ചെറിയ ചില സംരംഭങ്ങളിലേക്ക്, ചെറിയ ചെറിയ ചില തയ്യാറെടുപ്പുകളിലേക്ക്, ചില മാർഗങ്ങളിലേക്ക്, അതായത് സാമ്പത്തികമായിട്ട് ഏൺ ചെയ്യാനുള്ള ചില തയ്യാറെടുപ്പുകളിലേക്ക് നിങ്ങൾ ഇവിടെ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു തുടക്കം കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാൻ 2-3 പേർ കൂടി ചേർന്ന് അധ്വാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം നിങ്ങൾക്ക് 3 പേർക്കുമായിട്ട് വീതിച്ചെടുക്കാം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. ചിലപ്പോൾ വീട്ടിലുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം, ചിലപ്പോൾ എന്തെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നതാവാം. അതുമല്ല എങ്കിൽ വേറെ ഏതെങ്കിലും ചെറിയ ബിസിനസ്സുകളിൽ നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ചേർന്നിട്ട് മുന്നോട്ട് വരികയാവാം. എന്തായാലും ശരി, നിങ്ങളിവിടെ എന്തിനോ വേണ്ടി മണി ഏൺ ചെയ്യാനാണ് ഇതിൻ്റെ എല്ലാം ഒരേ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരും മണി ഏൺ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് എന്ന് കാണുന്നുണ്ട്. പക്ഷെ അതിലേക്ക് ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. നിങ്ങൾ അതിനിറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നല്ലതുപോലെ പരിശ്രമിച്ചിട്ട് നിങ്ങൾക്കിവിടെ മറ്റുള്ളവരുടെ മുൻപിൽ തിളങ്ങാൻ സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇറങ്ങി പുറപ്പെടുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു പരാജയം വരില്ല, വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ്. മുന്നോട്ട് വരണമെന്ന് ചിന്തിച്ചിട്ടുള്ള പല കാര്യങ്ങൾ, പല വ്യക്തികളെയും കാണണമെന്ന് നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ഇനി അതുമല്ല എങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളിപ്പോൾ ആർക്കെങ്കിലും മെസ്സേജ് അയക്കണം, അല്ല എങ്കിൽ തീരുമാനം എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകാം. ഏത് കാര്യത്തിലായാലും നിങ്ങളിലേക്ക് വളരെയധികം ആവേശത്തോടുകൂടി നിങ്ങൾ അതിന് മുന്നോട്ട് ഇറങ്ങാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെയും സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. സോഡിന്റെ എനർജിയും പെന്നക്കിളിന്റെ എനർജിയുമാണ് ഇവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഫേസ്റ്റിലാണ് ഈ ആക്ഷൻ നടക്കുന്നത് എന്ന് കാണുന്നുണ്ട്. സോഡ് എയർ സൈൻ ആണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പൊ ഇവിടെ അത് തന്നെയാണ് വന്നിരിക്കുന്നത്. നൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു പടയാളിയുടേതാണ്. ഈ ഒരു പടയാളിയുടേതായ ഈ ഒരു എനർജി ഇവിടെ ഫ്ലവേഴ്സിനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ദൈവികമായ ഒരു എനർജിയാണ്. ദൈവികമായ എനർജി മാത്രവുമല്ല, നിങ്ങളിലേക്ക് കുറച്ച് ഫിസിക്കൽ അട്രാക്ഷനോടുകൂടി ആരോ വരുന്നുണ്ട്. മനസ്സിലായി? ഇത് ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതാണ്. നിങ്ങളെ ആരോ കാണാൻ വരുന്നുണ്ടാവാം. അതുമല്ല എങ്കിൽ നിങ്ങളോട് എന്തോ സംസാരിക്കാൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് എന്തോ മെസ്സേജ് തരാനോ, അല്ല എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ജോലി കാര്യത്തിന് വേണ്ടി നിങ്ങളോട് അത് പറയാനോ ഒക്കെയും ആരോ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ അല്ലാതെയും, റിലേഷൻഷിപ്പ് ഇല്ലാതെയും ഏതെങ്കിലും കാര്യത്തിനായിട്ട് ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ കാണാൻ വരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്ന് കാണുന്നുണ്ട്. എന്താണ് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഏസ് ഓഫ് സോഡാണ് പിന്നെയും വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, സോഡ്സിന്റെ എനർജി കൂടുതലായിട്ട്. ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ എന്തോ കാര്യം, നിങ്ങൾ യാത്ര പുറപ്പെടാൻ തയ്യാറെടുത്തിരിക്കുന്നു. അന്യ രാജ്യങ്ങളിലേക്ക് യാത്ര പോവുകയാവാം. ചിലപ്പോൾ അവിടെ നിന്നും തിരിച്ച് ഇങ്ങോട്ട് വരാം. എന്തായാലും അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചിലപ്പോൾ ജോലി ലഭിച്ചിട്ട് നിങ്ങൾ അതിലേക്ക് മുന്നോട്ട് പോവുകയാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ഒരു പദവി ലഭിച്ചിരിക്കാം, ഒരു അധികാര പദവി നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ടാവാം. എന്തോ കാര്യം നിങ്ങൾ തുടങ്ങി വെക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ പുതിയ യാത്രയാവാം, ചിലപ്പോൾ പുതിയതായിട്ട് പഠിക്കാനാവാം, ചിലപ്പോൾ പുതിയ ജോലിയിലേക്ക് പോകാനും ആവാം. മനസ്സിലായത്? ദൂരദേശ യാത്രയാവാം ഇവിടെ കൂടുതലായിട്ടും.
അപ്പോൾ എന്തായാലും ശരി, ഇത് അതിൻ്റെതായ ഒരു തുടക്കമാണ്. നിങ്ങൾ എന്തോ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതിന്റെ ഒരു തുടക്കമാണ്. ഇവിടെ എല്ലാം അങ്ങനെയാണ്, തീരുമാനങ്ങളും തുടക്കങ്ങളുമാണ് ഇവിടെ എല്ലാം ഇന്ന് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രമാത്രം നിങ്ങൾ മുന്നോട്ടിറങ്ങുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ദൈവികമായ ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ കിരീടത്തിൽ, ഇവിടെ ഈ ഒരു സോഡിൽ ഒരു കിരീടം കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു തീരുമാനത്തിന് ദൈവത്തിൻ്റെതായ സപ്പോർട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ബ്ലെസ്സിങ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇന്നത്തെ ദിവസം എവിടെയെങ്കിലും യാത്ര പോയാൽ നിങ്ങൾ അത് ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചിരിക്കും. മനസ്സിലായി? അല്ല എങ്കിൽ തുടങ്ങാൻ പോകുന്ന കാര്യത്തിന് ഒരു സക്സസ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെയും 9 ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. കണ്ടില്ലേ, പലരും ഇവിടെ കഴിഞ്ഞുപോയ കാര്യത്തെ ഓർത്തിട്ട് നന്നായി വിഷമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ലേ, ഇതിനൊരു ക്രമാതീതമായിട്ടാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിലോ നേരെ പിടിച്ചിരിക്കുകയാണ്. ഇവിടെ അത് തന്നെയാണ്, ഇവിടെയും നേരെ പിടിച്ചു. പക്ഷെ ഇവിടെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം ചിന്തകളെ കുറിക്കുന്നതാണല്ലോ, ബുദ്ധിയെ കുറിക്കുന്നതാണ് സ്വാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ബുദ്ധി ഇപ്പോൾ എന്താണ്, ബുദ്ധിക്ക് ഒരു സ്ഥിരതയില്ലാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത്. ബുദ്ധിക്ക് ഇപ്പോൾ ഒരു സ്ഥിരതയില്ല. മനസ്സിലായി? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചിന്തകൾ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചിന്തകളാണ് നിങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് വിഷമത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒന്നുകിൽ മറ്റുള്ളവർ ഏൽപ്പിച്ച ആഘാതം കണ്ടില്ലേ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ക്രോസിനും നിങ്ങളെ ഇവിടെ ഈ ഒരു സോഡ് ഏൽപ്പിച്ചിരിക്കുകയാണ്, കുത്തിയിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് മറ്റുള്ളവർ നിങ്ങളിലേക്ക് എന്തൊക്കെയോ പ്രഹരം ഏൽപ്പിച്ചിട്ടുണ്ടാവാം. ഇത് നിമിത്തമാകാം നിങ്ങൾക്ക് നേരെ നിൽക്കാൻ പറ്റാതെ പോയത്. ഇത് നിമിത്തം നിങ്ങൾക്ക് രാത്രിയിൽ ഉറക്കമില്ലാത്ത അവസ്ഥകൾ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിമിത്തം മറ്റുള്ളവർ നിങ്ങളിൽ അടിച്ചേൽപ്പിച്ച എന്തോ പ്രഹരമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള ഒരു വേർപാടുണ്ടായിട്ടുണ്ടാവാം. തൽക്കാലത്തേക്കാണെങ്കിൽ പോലും അത് നിങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ കത്തികൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചിരിക്കുന്ന ചില എനർജീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല, വല്ലാതെ നിങ്ങളുടെ ചിന്തകളൊക്കെ അലങ്കോലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇപ്രകാരം അലങ്കോലപ്പെട്ട ചിന്തകളിൽ നിന്നും നിങ്ങൾക്ക് വെളിയിൽ കടക്കേണ്ടത് അത്യാവശ്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ കർമ്മയുടെ ഒരു ഭാഗമാണ്. കർമ്മ ഫേസ് ചെയ്യുമ്പോഴാണ് ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ ഉറക്കമൊന്നുമില്ലാതെ ചിന്തിച്ച് ഇങ്ങനെ തലപുകയ്ക്കുന്ന എനർജി വരുന്നത്. ആഹാരം കഴിക്കണമെന്ന് തോന്നില്ല, അപ്പോൾ മറ്റ് സന്തോഷങ്ങളിൽ ചേരാൻ പറ്റുന്നില്ല, മറ്റുള്ളവർ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ദേഷ്യം വരിക, ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നുക, മുറിയിൽ ചടഞ്ഞുകൂടി ഇരിക്കണമെന്ന് തോന്നുക, കിടക്കണമെന്ന് തോന്നുക, ഒക്കെയുള്ള അവസ്ഥകൾ നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള മാനസികാവസ്ഥകൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരുന്നത് നിങ്ങളുടെ കർമ്മയുടെ ഒരു ഭാഗം തന്നെയാണ്. നിങ്ങൾ മുൻജന്മത്തിൽ ചെയ്തതിൻ്റെതായ ചില കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് വന്നിരിക്കുന്നത്. ഒന്ന് മാറി ഒന്നായിട്ട് ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ദുരിതങ്ങൾ വരുന്നു, മനപ്രയാസം, വിഷമങ്ങൾ, സങ്കടങ്ങൾ ഒക്കെയും അനുഭവിക്കേണ്ടതായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ എന്നാണ് ഇവിടെ കാണുന്നത്. ആരൊക്കെയോ ഇത് അനുഭവിക്കുന്നുണ്ടാവാം. ഹെറോഫൻ്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങളിൽ പലരും കുറേ നല്ല അറിവുകൾ, അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും. അതാണ് ഹെറോഫൻ്റ് എനർജി വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ. കാരണം ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ് ഉള്ള വ്യക്തിയാണിത്. അപ്പോൾ സ്വയം മോട്ടിവേറ്റ് ചെയ്തു തന്നെ മുന്നോട്ട് പോകാൻ ഈ ഒരു വ്യക്തിക്ക് കഴിവുണ്ട്. നിങ്ങളിൽ പലർക്കും കഴിവുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകൾ നിങ്ങളിൽ വന്നാൽ പോലും, 9 ഓഫ് സോഡിന്റെ അവസ്ഥകൾ നിങ്ങളിൽ വന്നാൽ പോലും പെട്ടെന്ന് അതിൽ നിന്നും ചിലപ്പോൾ വ്യതിചലിച്ച് മുന്നോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാകും, അല്ലെങ്കിൽ അതിനൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മനസ്സിലായി? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അറിയാനും അല്ലെങ്കിൽ അറിവ് നേടാനും ഒക്കെയുള്ള ചില വ്യക്തികളായിരിക്കണം നിങ്ങൾ.
സമൂഹത്തിലൊക്കെ കുറെ ഉയർന്ന പദവിയിലുള്ള വ്യക്തികളായിരിക്കണം നിങ്ങൾ. നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കുന്നുണ്ടാവാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലുള്ള അറിവെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കേണ്ടത് തന്നെയാണ്. മനസ്സിലായി? എത്രമാത്രം നിങ്ങൾക്ക് അറിവുണ്ടോ അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ഒരു എനർജിയാണ് നിങ്ങളിൽ ഇപ്പോൾ ഉള്ളത് എന്ന് കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുണ്ടാവാം. നിങ്ങൾക്കിപ്പോൾ എന്താണ് മൈൻഡ്, എന്താണ് ബോഡി, എന്താണ് സ്പിരിറ്റ്, എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിവുള്ള വ്യക്തികളാവാം. അതുവഴി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഇത് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാം. ചിലരാണെങ്കിൽ എത്രമാത്രം അറിവുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കില്ല. കാരണം എന്താണ്, അവർ തന്നെക്കാളും വലിയ ആളായി പോയാലോ എന്നൊക്കെയുള്ള ആ മനസ്ഥിതി, നീച മനസ്ഥിതിയാണത്. അപ്പോൾ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തന്നെയാണ്. അല്ല നമ്മുടെ ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ അത് വളരുന്നില്ല. അറിവ് വളരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, മറ്റുള്ളവർക്ക് കൂടി അത് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും പല കാര്യങ്ങളെക്കുറിച്ചും അറിവുണ്ടാവുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരെ നല്ല രീതിയിൽ നയിക്കാനും മുന്നോട്ട് നടത്താനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സ് വളരെയധികം നിഷ്കളങ്കമായിട്ടുള്ളതാണ്, കളങ്കമില്ലാത്ത മനസ്സാണ്. കളങ്കമില്ലാത്തവർക്ക് മാത്രമേ അത്തരത്തിലുള്ള എനർജി വരികയുള്ളൂ, ഇല്ലാത്തവർക്ക് അത് വരില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങൾ എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 8 ഓഫ് കപ്സിന്റെ എനർജിയാണ്, കണ്ടില്ലേ? ഇത്തരത്തിലുള്ള എനർജിയിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും കപ്പ് വാട്ടർ സൈൻ ആണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജിയാണ്. നിങ്ങൾക്ക് വേണ്ടാത്തതിനെ നിങ്ങൾ പഴയ ചില കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നു. പുതിയ പുതിയ അറിവുകൾ നിങ്ങൾ നേടുന്തോറും എന്തിനെയാണ് സ്ഥിരപ്പെടുത്തി ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ജീവിതത്തിൽ നിലനിർത്തേണ്ടത് എങ്ങനെയുള്ള എനർജിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് വേണ്ടാത്തത് എന്താണ്, വേണ്ടുന്നത് എന്താണ്, വേണ്ടത് എന്താണ്, വേണ്ടാത്തത് എന്താണ്, ഇത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു ഈ ഒരു എനർജിയിൽ. മനസ്സിലായോ? അപ്പൊ ഈ ഒരു എനർജി എന്ന് പറയുന്നത് വെറുതെ കേൾക്കുന്ന കാര്യങ്ങളിലെല്ലാം വിഷമിച്ചിരിക്കുകയില്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്യില്ല. എന്തെങ്കിലും തരത്തിലുള്ള വിഷമം അല്ലെങ്കിൽ ഉണ്ടായാൽ തന്നെയും അതിനെ മറികടക്കാനുള്ള പെട്ടെന്നൊരു കഴിവ് നിങ്ങൾക്കുണ്ടാവും. അതിനെ മറികടക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കും. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി, ഭൗതിക സുഖങ്ങളിൽ നിന്നും മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു ഹെയർ ഓഫ് എൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു വ്യക്തിയുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഇപ്പോൾ ഇത്തരത്തിൽ പാകപ്പെട്ടിരിക്കുന്നു എന്നാണ് കാണേണ്ടത്, എന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ആവശ്യമില്ലാത്തത് എനിക്ക് വേണ്ട. വെറുതെ എന്തിനാണ് ഇത്രയും കാര്യങ്ങളിൽ ഞാൻ ഇവിടെ മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്നത്? ഇവിടെ മാനസിക സംഘർഷം അനുഭവിക്കുകയാണ്. അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ഉണ്ടായി മുന്നോട്ട് വരികയാണ്. അപ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിട്ട് അത്തരത്തിലുള്ള അറിവ് നേടുമ്പോൾ നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങളെയും നിങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുകയാണ്. അല്ലാതെ സാഹചര്യം മോശമായിട്ടല്ല, ഇത് മനഃപൂർവ്വം നിങ്ങൾ എനിക്കിത് വേണ്ട, ഇനി എൻ്റെ ജീവിതത്തിൽ ഇത് വേണ്ട, ഇതില്ലാതെ ഞാനിന്ന് മുന്നോട്ട് പോയിക്കൊള്ളാം എന്ന് ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലായാലും പഴയ തുണികൾ അല്ലെങ്കിൽ പഴയ പാത്രങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെയൊക്കെ നമ്മൾക്ക് ഉപേക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ മനസ്സിലായാലും നമ്മളുടെ മനസ്സിൽ തന്നെയും മറ്റ് ചില ദുശ്ചിന്തകൾ ഉണ്ടെങ്കിൽ, ആവശ്യമില്ലാത്ത വികാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഉപേക്ഷിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അതിനെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പറ്റിയാൽ അതിനെ ഉപേക്ഷിക്കുകയും വേണം. മനസ്സിലായോ? നിങ്ങൾക്ക് വേണ്ടാത്തതിനെ നിങ്ങൾ ഉപേക്ഷിക്കണം. ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളോട് അടുത്തുകൂടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ വന്നാൽ അത് മനസ്സിലാകാതെ എനിക്കിപ്പോഴത് ആവശ്യമില്ല എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നും പിന്മാറാവുന്നതാണ്. അങ്ങനെ ഭൗതികപരമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും, കപ്പ് വാട്ടർ സൈൻ ആണല്ലോ അല്ലെ, ഇമോഷൻസിനെ കുറിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഇമോഷൻസ് സ്നേഹമാണ് ഇവിടെ. ഈ സ്നേഹപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇമോഷൻസിനെ കുറിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങളത് എത്രയും പെട്ടെന്ന് വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് വരിക. സ്പിരിച്വൽ ആയിട്ടുള്ള വേയിലൂടെ മുന്നോട്ട് വരികയാണ് വേണ്ടത്. അവിടെയാണ് നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത്, സന്തോഷം ലഭിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ആവശ്യം എന്താണ്? സമാധാനം, സന്തോഷം, ഇതൊക്കെ തന്നെയാണ് അല്ലെ? അപ്പൊ ഇത് നിലനിർത്തണമെങ്കിൽ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ത്യാഗം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഈ ത്യാഗം ചെയ്യലിലൂടെയാണ് നമുക്ക് സമാധാനവും സന്തോഷവും ഈശ്വരീയമായ ആ ഒരു ചൈതന്യവും നേടിയെടുക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഈശ്വരീയ ചൈതന്യം നിലനിൽക്കണമെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ട്, ഹൃദയത്തിലുണ്ട്, യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും ഉള്ളില്. മനസ്സിലായി? അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യമില്ലാത്തതിന് നമ്മൾ ഇവിടെ നിന്ന് കളഞ്ഞിരിക്കണം. അപ്പോൾ തന്നെയാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ ഒക്കെ സഫലമാകുന്നത്. കർമ്മയെ റിലീസാക്കണം, കുറേയൊക്കെ നെഗറ്റീവ് എനർജി കുറേ കളയണം. അല്ലാതെ നെഗറ്റീവ് എനർജി ഉള്ളിൽ വെച്ചുകൊണ്ട് സംശയിച്ചുകൊണ്ട് ഡൗട്ട് അടിച്ച് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാനിഫെസ്റ്റേഷൻ ഒന്നും വർക്കാവുകയില്ല. നിങ്ങൾ എന്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിൽ നിങ്ങൾക്ക് ഉറച്ച ഒരു വിശ്വാസം അത്യാവശ്യമാണ്. പറയുന്നില്ലേ, ആസ്ക്, ആദ്യം ചോദിക്കുക, പിന്നീട് എന്താണ്, ബിലീവ് ചെയ്യുക, പിന്നെ വിഷ്വലൈസേഷൻ ചെയ്യുക. ഇതൊക്കെ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ ഫെയ്ത്ത് വേണം, ഒരു വിശ്വാസം കൂടെ വേണം, യൂണിവേഴ്സിൽ ഒരു വിശ്വാസം വേണം. അപ്പോഴാണ് നമുക്കത് സാധ്യമായി വരുന്നത്. എനിക്കിത് സാധിക്കും, അല്ലാതെ എന്തെങ്കിലും ഒന്ന് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നെഗറ്റീവായിട്ടോ പിന്നെ ഇതൊന്നും എനിക്ക് ലഭിക്കാൻ പോകുന്നില്ല, വെറുതെയാണ്, ഇത് കള്ളത്തരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും സാധിക്കില്ല. മനസ്സിലായോ? ബിലീവ് ചെയ്യുക, ഫെയ്ത്താണ് അത്യാവശ്യം, അതിലൊരു വിശ്വാസം. ഏതെങ്കിലും കാര്യത്തെ ആഗ്രഹിച്ചാൽ അവിടെ ട്രസ്റ്റ് ഇഷ്യൂ വരാൻ പാടില്ല. മനസ്സിലായോ? തീർച്ചയായിട്ടും എനിക്കിത് ലഭിക്കും, ഞാനിതിന് അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് ആദ്യത്തെ പടി വേണ്ടത്. എന്നിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കുകയാണ്, എനിക്കത് നേടിത്തരണം, എനിക്കത് ലഭിക്കണം, അല്ലെങ്കിൽ എനിക്കിത് ലഭിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് സഫലമാകുന്നത്. അപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്തതിനെ കളയുക എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള എനർജി, മോശമായതിനെ ഒന്നും നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. നെഗറ്റീവായ എനർജി ഒന്നും ഉള്ളിൽ വേണ്ട. മനസ്സിലായി? അങ്ങനെ നെഗറ്റീവായ എനർജി ഉള്ളിൽ വഹിക്കുമ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും സാധിക്കുകയില്ല. എല്ലാത്തിലും ഒരു വിശ്വാസം നിങ്ങൾക്ക് അത്യാവശ്യ കാര്യമാണ്. ഇവിടെ ഏസ് ഓഫ് കപ്സ് ആണ് ബോട്ടം വന്നിരിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ല, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ഇവിടെ ആത്മീയപരമായ എനർജിയിലൂടെ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ഇവിടെ തുടക്കം വരികയാണ്. ഇവിടെ നിങ്ങൾക്കൊരു സ്നേഹത്തിൻ്റെതായ, ഒരു പ്രണയത്തിൻ്റെതായ തുടക്കം വരുന്നുണ്ട്. അതിന് ഏത് കാര്യത്തിലായാലും എന്തോ ഒരു ദൈവികമായ എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഈ ദൈവികമായ എനർജി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാക്കി എടുക്കാനുള്ളതാണ്. മനസ്സിലായി? ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ വികാരമാണിത്. ഈ ഒരു വികാരത്തിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഇവിടെ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്നതാണെന്നാണ് കാണുന്നത്. കണ്ടോ? അപ്പൊ ഇവിടെ ഒരു തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. 4 ഓഫ് വാൻസിന്റെ എനർജിയാണ്. 4 ഓഫ് വാൻസിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒത്തിരി സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. കണ്ടല്ലേ? സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഏസ് ഓഫ് കപ്സ്, ഇതുവഴി ചിലപ്പോൾ വിവാഹം നടക്കാനായിരിക്കാം, കുട്ടികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ സഫലമാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ വീട്, വാഹനം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള എനർജിയാണ്. അതിനായിട്ടാണ് നിങ്ങൾ എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യൂ, മനസ്സിൽ നിങ്ങൾക്ക് സന്തോഷം നിറച്ചു വയ്ക്കാൻ എല്ലായ്പ്പോഴും ശ്രമിക്കൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായോ? നമുക്ക് ആനിമൽ സ്പിരിറ്റ് ഗൈഡ്സിന്റെ 2 കാർഡ്സ് എടുക്കാവേ. ഇവിടെ ഒന്ന് വന്നിരിക്കുന്ന ടോർട്ടോയ്സ് ആണ്, ഒന്ന് പെൻഗിൻ വന്നിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങളുടെ ആനിമൽ, നിങ്ങളുടെ എന്ന് പറയുമ്പോൾ എന്റെയും കൂടെയാണ്, ആനിമൽ സ്പിരിറ്റ് ഗൈഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടോർട്ടോയ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ആമ എങ്ങനെയാണ്? സാഹചര്യത്തിനനുസരിച്ചല്ലേ ആമ നീങ്ങുന്നത് മുന്നോട്ട്, അല്ല ധൃതി പിടിച്ച് വെപ്രാളപ്പെട്ട ഏതെങ്കിലും കാര്യം അങ്ങനെ സാധിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണോ? അല്ല. നിങ്ങൾ അതുപോലെ എത്രമാത്രം വിഷമത്തിലിരിക്കുന്ന, എത്രമാത്രം മാനസിക സംഘർഷം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണോ, അവിടെ എന്താണ് ഇപ്പോൾ യു ആർ ടു ഫ്രാഗ്മെന്റഡ് എന്നാണ് പറയുന്നത്. എത്രമാത്രം നിങ്ങൾ ഛിന്നഭിന്നമായിരിക്കുന്നു, നിങ്ങളുടെ ചിന്തകളാവാം, നിങ്ങളുടെ പ്രവൃത്തികളാവാം, ഒന്നിനും ഒരു ബാലൻസ് ചെയ്തു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്, നിങ്ങൾ ഇൻബാലൻസ്ഡ് ആണ് എങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഗ്രൗണ്ടഡ് ആവാൻ ശ്രമിക്കൂ എന്നുള്ളതാണ്. അത് നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? മറ്റൊരാളല്ല നിങ്ങൾക്കത് കൊണ്ടുതരേണ്ടത്. മനസ്സിലായോ? നിങ്ങളാണ് നിങ്ങളുടെ സന്തോഷത്തെ നിലനിർത്തേണ്ടത്. നിങ്ങളാണ് അത് കണ്ടെത്തി അനുഭവിക്കേണ്ടത്, അല്ലാതെ മറ്റൊരാൾ കൊണ്ട് തരുന്നില്ല. അതുകൊണ്ട് എത്രമാത്രം ഏത് അവസ്ഥയിലാണോ നിങ്ങളിപ്പോൾ, അവിടെ നിന്നും നിങ്ങൾ ഗ്രൗണ്ടഡ് ആവേണ്ടത് അത്യാവശ്യമാണെന്നാണ് നമുക്ക് ഈ ഒരു സ്പിരിച്വൽ ഗൈഡ് പറയുന്നത്. സ്പിരിറ്റ് ഗൈഡാണ് നമ്മുടെ ഇത്. അപ്പോൾ ആനിമൽ സ്പിരിറ്റ് ഗൈഡ്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യമായിട്ടും പാലിക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ ഈസി ആയിട്ട് പോകാൻ സാധിക്കും. മനസ്സിലായോ? അല്ലാതെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ തന്നെ ഇരിക്കാം. 3-4 ദിവസം മുറിക്കുള്ളിൽ കുത്തിയിരിക്കുകയാണ്. എന്തിന്? അല്ലെങ്കിൽ ഓവറായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞ ഒന്നിനും ഒരു പരിഹാരവുമല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഒരു കാര്യത്തിനും ഓവർ തിങ്കിങ് വേണ്ട. സന്തോഷത്തെ കൊണ്ടുവരികയാണ് വേണ്ടത്. അങ്ങനെ തിങ്കിങ് വേണ്ടി വരുന്ന കാര്യത്തിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ ഗ്രൗണ്ടഡ് ആവാൻ ശ്രമിക്കൂ. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ഇവിടെയോ പെൻഗ്വിനാണ് വന്നിരിക്കുന്നത്. ദ പീരീഡ് ഓഫ് ഡാർക്ക്നെസ് ദാറ്റ് യു ഹാവ് ബീൻ എക്സ്പീരിയൻസിങ് ഇസ് നൗ പാസിങ്. നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഇരുട്ടിലാണോ? നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുപാട് ദുഃഖത്തെയാണോ സമ്മാനിച്ചിരിക്കുന്നത്? റിലേഷൻഷിപ്പിൽ പ്രശ്നം, സൊസൈറ്റിയിൽ അങ്ങോട്ട് ജോലി ചെയ്യുന്നിടത്ത് പ്രശ്നം, മറ്റ് ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ അവിടെ പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ? അവിടെ നിന്ന് നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആ ഒരു പീരീഡ്, ആ ഒരു കാലം കഴിയാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എന്ത് കാര്യമാണോ നിങ്ങളുടെ ജീവിതത്തിലെ ആ ഇരുൾ നിറഞ്ഞ കാലഘട്ടം, ഇരുൾ നിറഞ്ഞ ആ ഒരു സമയം തീരാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞു പോകാറായിരിക്കുന്നു. ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയേ വേണ്ട എന്നാണ് ഇവിടെ. പെൻഗ്വിനാണ് വന്നിരിക്കുന്നത്. പെൻഗ്വിൻ എന്ന് പറയുന്നത് നമ്മുടെ ആനിമൽ സ്പിരിറ്റ് ഗൈഡാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.